നമ്മുടെ സ്കിന്നിന് 2 ടൈപ്പ്, ഇപ്പം ബ്ലാക്കിലേക്ക് വരാനും അതായത് കളറിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഡാർക്കണത്തിന് 2 ടൈപ്പ് മെലാനിൻ നമ്മുടെ സ്കിന്നിലുണ്ട്. ഒന്ന് ഫിനോമെലാനിനുണ്ട്, മെലാനിനുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പം വന്നൊരു കസ്റ്റമർക്ക് ശരിക്കും ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡ് അതായത് ഡാർക്കിൽ ബ്രൗൺ കഴിഞ്ഞിട്ടാണ് പിന്നെ ഡാർക്കിലേക്ക് എത്തുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ബ്ലാക്ക് വരുന്നത്. അപ്പം ഈ ഒരു കളറിനെ നമ്മൾ യെല്ലോ ടോണിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹൈഡ്രാ ഫേഷ്യലിനകത്ത് 10-in-1 7-in-1 ചെയ്തു. പിന്നെ ഓക്സിജനേറ്റ് ചെയ്ത് സ്കിന്നിനകത്തുള്ള എന്തെങ്കിലും കാപ്പിലറീസിനോ ഓക്സിജൻ സപ്ലൈ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്സിജനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ എക്സ്പെരിമെൻറ്റ് ചെയ്ത ഒരു കസ്റ്റമറാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. വീണ്ടും 10-in-1 നമ്മൾ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തു. ആ ഒരു റിസൾട്ടാണ് നമ്മളിപ്പം കാണുന്നത്. ഓക്കെ, 10-in-1 ഹൈഡ്രാ ഫേഷ്യൽ കഴിഞ്ഞ് കുറേ പ്രോബ്സ് യൂസ് ചെയ്തല്ലേ. കണ്ണിന് പ്രത്യേകം കൊടുത്തു, ലിപ്പിന് കൊടുത്തു. ലിപ്പിന് ഭയങ്കര ഡ്രൈനെസ്സും ആയിരുന്നു, ഭയങ്കര ടാൻ ആയിരുന്നു. പിഗ്മെൻറ്റേഷൻ നമുക്ക് കുറച്ച് പാരമ്പര്യമായിട്ട് വരാം, പക്ഷേ ലിപ്പ് ഏരിയയില്ല പിഗ്മെൻറ്റേഷൻ ഒരുപാട് ഒരു 85%. ആ ഒരു റിസൾട്ട് നോക്കിയിട്ട് 85 അല്ല, അതിൽ കൂടുതൽ എങ്കിലും കുറേ ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ചീക്കിൻ്റെ ഉണ്ടുണ്ട്, ചീക്കിൻ്റെ കളറിലേക്ക് നമ്മുടെ ഈ ഏരിയ എത്തിയിട്ടുണ്ട് അല്ലേ. എൻ്റെ ചീക്കിന് വേറെ കളർ, നെറ്റിക്ക് അതെ റൗണ്ട് മൗത്ത് അത് വേറെ ഒരു കളർ. കുറേ ടെക്നിക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു റീജുവിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു കോൾഡ് പിന്നെ ഹീറ്റും കൂടെ ഉള്ള ഒരു കുറേ പ്രാവശ്യം ഹോട്ട് ആൻഡ് കോൾഡ് ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഒരു കൂളിംഗ് എക്സ്പീരിയൻസ്, സ്കിന്നിന് റിലാക്സ് ആവുകയും ചെയ്തില്ലേ. ഏകദേശം എത്ര സമയം നമ്മൾ എടുത്തു എന്ന് അറിയാമോ? ഓർക്കുന്നില്ലേ? ഒരു 4.5 അല്ലേ, 5. ഓക്കെ, എന്തുകൊണ്ടാണ് അത്രയും സമയം വന്നതെന്ന് വെച്ചാൽ പെനിട്രേഷൻ കൊടുത്തിട്ട് നമ്മൾ റിലാക്സ് ചെയ്താണ് ചെയ്യുന്നത്. ഓരോ വട്ടം ബുക്ക് ചെയ്ത് വന്നാലേ ഉള്ളൂ നമുക്കിങ്ങനെ കെയർ ചെയ്ത് ചെയ്യണമെങ്കിൽ. പക്ഷേ സാധാരണ ഒരു ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്ന പ്രോബ്സ് അത് നല്ല രീതിയിൽ തന്നെ അധികം സമയം വേണ്ട. പക്ഷേ വേറെ കുറച്ച് നമ്മൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും ടൈമിങ്ങിലേക്ക് പോകുന്നത്. കുറേ സ്ട്രെസ്സായിട്ട് വരുന്ന കസ്റ്റമർക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ബെറ്റർ റിസൾട്ട് തോന്നില്ലേ? മൈൻഡ് അല്ലേ, കുറേ റിലാക്സ് ആകാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ ചെയ്തിട്ട് പോകുമ്പോൾ, അതായത് ഒരു മാസ്ക് ഇട്ടിട്ട് നമ്മൾ വൈപ്പ് ചെയ്ത് എഴുന്നേൽപ്പിക്കുമ്പോൾ കസ്റ്റമർക്ക് എന്തോ ഒരു നഷ്ടപ്പെട്ട ടൈം അല്ലേ, കുറേ റിലാക്സ് ആകുമ്പോഴായിരിക്കും അവരോട് തട്ടി എഴുന്നേറ്റ് കഴിഞ്ഞു എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു മൂഡ് മാറിയില്ലേ, അതാണ് നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കേട്ടോ. അപ്പം തിരിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രം വന്നതുകൊണ്ട് ഈ ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ എത്തി. ഓക്കെ മാം, എറണാകുളത്ത് നിന്നാണ് വരുന്നത്. എറണാകുളത്ത് കുറേ പാർലറുണ്ട്, പക്ഷേ എന്നാലും ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. ഓക്കെ, ഒരുപാട് സന്തോഷം. എന്തെങ്കിലും ഇതായിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് അഡ്വൈസ് തരണം. ഞാൻ മറ്റുള്ളവരുടെ ഒരു അഡ്വൈസ് കേൾക്കുന്നയാളാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, 100% സാറ്റിസ്ഫാക്ഷൻ. 100% ഓക്കെ, അത് മാത്രം മതി. ഓക്കെ, താങ്ക് യു.